ഞാൻ ചില കേസുകൾ റെജിൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഒന്ന്, CV വടവന തിരുവല്ലയിലുള്ള ഒരു പാസ്റ്ററാണ്. ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസുണ്ട്. പോലീസ് FIR ഇട്ടിട്ടുണ്ട്. പാസ്റ്റർ വേറെങ്ങും പോയിട്ടില്ല, പുള്ളി തിരുവല്ലയിൽ തന്നെയുണ്ട്. എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? ബിനു വാഴമുട്ടം, റെജിന് അറിയാമായിരിക്കാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന മറ്റൊരു പാസ്റ്ററാണ്. ബിനു വാഴമുട്ടത്തിനെതിരെ എത്ര കേസുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് വന്നേക്കുന്ന കേസുകൾ. ഒന്ന്, ആതിര എന്ന ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ്, ഒരനക്കവുമില്ല. ഹിന്ദു ഐക്യവേദി നൽകിയിട്ടുള്ള വിവിധ കേസുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭദ്രകാളി കുടുംബം കലക്കിയാണ് എന്ന് പറയുന്ന ഒരു വലിയ മതവിഭാഗത്തിൻ്റെ സംസ്കാരത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ നടത്തിയ പരാമർശങ്ങൾ. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ നടത്തിയ നിയമ പോരാട്ടം, അതിൻ്റെ ഭാഗമായി നൽകിയ കേസുകൾ. ഇതൊക്കെ കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ മാത്രം ഈ പാസ്റ്റർമാർക്കെതിരെ വന്ന കേസുകളാണ്. എന്താ അവരെ അറസ്റ്റ് ചെയ്യാത്തത്? പ്രത്യേകിച്ച് ഈ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ശ്രീ ഗൗതം, ഈ പാസ്റ്റർമാരുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ ഓമല്ലൂർ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അവിടുത്തെ അന്തേവാസികളെ മാറ്റുകയും അവിടുത്തെ ജീവനക്കാരെ, അവരെ പീഡിപ്പിച്ച ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ബിനു അങ്ങനല്ല, സമയമില്ലാത്തതുകൊണ്ടാണ് ബിനു വാഴമുട്ടത്തെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അതാണ് ചോദ്യം. വടവനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ലൈംഗികാതിക്രമ കേസ് വടവനക്കെതിരെയാണ്, എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഇവർക്കെതിരെയുള്ള FIR ഇട്ട് അന്വേഷണം നടക്കുകയാണ്. TG മോഹൻദാസിനെ വടവനക്കെതിരെ കഴിഞ്ഞ മാസം FIR ഇട്ടതാണ്. ഒരു പെൺകുട്ടി നൽകിയ പരാതി കഴിഞ്ഞ മാസം ഇതിപ്പം ഗൗരവം ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കോ അല്ല ആഭ്യന്തരത്തിനോ പോലീസ് സംവിധാനത്തിനോ ഈ പറയുന്ന ആരെയും സംരക്ഷിച്ച് നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിപ്പം TG മോഹൻദാസ് ആയാലും ഈ പറയുന്ന ആളുകളായാലും ഏത് വലിയ ആളുകളായാൽ പോലും അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു നിസ്സഹകരണവും കാണിക്കത്തില്ല. അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും, FIR ഇടും. ഇതിപ്പോ വെല്ലുവിളിക്കുന്നവരായാലും ഗുണ്ടകളായാലും അവരുമായി ബന്ധപ്പെട്ട് ഗുണ്ടകളെ ഇന്നലെ ഈ പറയുന്ന ആയെങ്കിയെ മാത്രമല്ല അറസ്റ്റ് ചെയ്തു, 55 ഗുണ്ടകളെ വേറെ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ ആഭ്യന്തരമാണ് അതുകൊണ്ട് യാതൊരു കാര്യത്തിലും നിങ്ങൾ അസഹിഷ്ണുത കാണിക്കണ്ട. ഈ പറയുന്ന രീതിയിൽ ആര് തെറ്റ് ചെയ്താലും അവരുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുക്കാത്ത ആരാണ്? ഇവരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ, ഓരോന്നിനും ആരോപണങ്ങളുണ്ടല്ലോ, ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുന്നുണ്ട്, FIR ഇടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൃത്യമായ മറുപടി അനിൽ വിളയിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ജലീൽ പുനലൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ജലീൽ പുനലൂർ, ഇവിടെ വലിയ ആവേശത്തോടുകൂടി ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നു, അങ്ങനെ നടക്കുന്നു, ആയങ്കിയെ പിടികൂടി, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ കേസുകൾ വളരെ ഗൗരവമുള്ളതാണ്. ആ വിഷയത്തിൽ ഒരറസ്റ്റും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിലൊരനക്കം ഉണ്ടായിട്ടില്ല. ഇതേ ചോദ്യം ഞാൻ മുമ്പും പല ചർച്ചകളിൽ താങ്കളോട് ചോദിച്ചിട്ടുണ്ട്. അല്ല, ആ വിഷയത്തിലൊക്കെ പോലീസ് അതിൻ്റെ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകും. അത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ പുകമറ സൃഷ്ടിക്കുകയാണ്. ഭരണരംഗത്തുണ്ടായിരിക്കുന്ന പോരായ്മകളും കെടുകാര്യസ്ഥതകളും മറച്ചു വയ്ക്കാൻ എവിടെയോ കിടന്ന ഒരു ആയങ്കിയെ പൊക്കിക്കൊണ്ട് വന്നേക്കും. ഇവിടെ ആയങ്കി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഈ രാജ്യത്തെ പ്രധാന പ്രശ്നം ഇപ്പോൾ ആയങ്കിയാണോ? അത് കഴിഞ്ഞതും ആയങ്കി അറസ്റ്റ് ചെയ്യുന്നു. 11 ദിവസമായിട്ട് അതിനേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്ത TG എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വലിയ രീതിയിൽ വിമർശനം വന്നപ്പം എങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുവരുന്നു, വൈകുന്നേരം ജാമ്യം കൊടുത്തു വിടുന്നു. ഇതൊക്കെ വലിയ ഡ്രാമയാണ്. ആർക്കാണ് തിരിച്ചറിഞ്ഞു? കോടതിയല്ലേ ജാമ്യം കൊടുത്തത്? അല്ല, കോടതിയിൽ കൊടുക്കുന്ന എന്താണ്? ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചേർത്ത് കേസ് കൊടുത്താൽ പിന്നെ എന്താണ് അവിടെ ബാക്കി ഉണ്ടാകുന്നത്? പിന്നെ ഒരു കാര്യത്തിന് മറുപടി പറയാതെ ശ്രീ യുവരാജ് ഗോകുൽ ചോദിച്ചു, ഈ സവർക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, വളരെ വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് എനിക്കൊന്ന് പറയാം. എന്നോട് ചോദ്യം തന്നെ ചോദിച്ചു, ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ച അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ കോട്ട പൊളിച്ചു വന്നവരോട് കോഴിക്കോട് കുലുക്കിയ കഥ പറഞ്ഞ പോലെ ആയിപ്പോയി താങ്കളുടെ വർത്താനം. വല്ലപ്പോഴൊന്ന് ഡൽഹി പോകണം, അവിടെ റെഡ് ഫോർട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ 1 ലക്ഷത്തോളം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് ഇന്ന് ഈ BJPയുടെ അധിനിവേശം നടക്കുന്ന ഈ കാലത്തോടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കണം. താങ്കൾ പറഞ്ഞല്ലോ സവർക്കർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളിയായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പങ്കാളിയായി ആൻഡമാൻ ജയിലിൽ പോയി. പക്ഷേ എന്താണ് ഉണ്ടായത്?
മാപ്പെഴുതി കൊടുത്തു. ഒന്നല്ല, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നാല് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവിച്ചതല്ല. ഒന്ന് പറയാൻ അനുവദിക്കും. ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണ്ടേ? അല്ലല്ല, മറുപടി പറയട്ടെ. മാപ്പെഴുതി കൊടുത്തത് എങ്ങനെയാ? ശിഷ്ടകാലം ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചോളാം. അത് വേറൊരാളെ എഴുതി കൊടുത്ത പി സി ജോഷി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനല്ല നിങ്ങൾക്ക് ഒരു നീ മടങ്ങി വരാനുള്ളൂ. അവിടെ കിടക്കുന്ന മൗലാന ജൗഹർ ബ്രിട്ടീഷുകാരനെതിരായിട്ട് രണാകുളത്ത് പോരാടി മരിച്ച മൈസൂർ സിംഹം ഹൈദരലി എവിടെ? മാപ്പെഴുതി ജയിൽ മോചിതനായ സവർക്കർ വീണ് പരിക്ക് പറ്റിയ ഒരൊറ്റ RSSകാരൻ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ സമരത്തെ ഒറ്റിക്കൊടുത്തവരാണ്. എന്നിട്ട് രാജ്യത്തിന്റെ അപ്പോസ്തലന്മാരാകുന്നത് ഇതൊന്നും വേണ്ട. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടം നടത്തിയവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ മുസ്ലിംകള്, ഇവിടുത്തെ ഹിന്ദുക്കള്, ഇവിടുത്തെ സോഷ്യലിസ്റ്റുകള്, അന്നൊന്നും കാണാത്തൊരു വിഭാഗങ്ങള്. പക്ഷെ നിങ്ങൾ വന്നത് കൊണ്ടൊന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം മാറാൻ പോവുകയൊന്നുമില്ല. കോൺഗ്രസ് പ്രതിനിധിയോട് ഒന്ന് പറയാം, തൃശ്ശൂര് ജയിച്ചത് എങ്ങനെയാണെന്നുള്ളതിന് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി. കോൺഗ്രസിന്റെ കൈപ്പത്തിയുടെ വോട്ട് എവിടെ പോയി? വോട്ട് ഒന്നായി പോയി. അല്ല, അദ്ദേഹത്തിനും കൂടെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ? നേമത്ത് 9000-10,000 വോട്ടാ കൈപ്പത്തിക്ക് ആകെ കിട്ടിയത്. അത് ഞങ്ങൾ പോരാടി മരിച്ചവരാ. BJP ജയിച്ച പോരാടി മരിച്ച നടപ്പിലാക്കപ്പെടുന്നു. ലോക്ഭവനിൽ കാര്യാലയം തുറക്കപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല. സെക്രട്ടേറിയറ്റിലും ഈ RSSന്റെ ശാഖയുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ആ രീതിയിൽ പരിപൂർണമായി സംഘവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നടക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ല. നിങ്ങൾ വെറുതെ തല്ലുകൂടിയിട്ട് കാര്യമില്ല. തുല്യതയില്ലാത്ത പോരാട്ടമാണ് ഇടതുപക്ഷം സ്വാതന്ത്ര്യ സമരകാലത്ത് നടത്തിയത് എന്ന് പറയുന്നതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ്. കാരണം അവർ നടത്തിയതുപോലെയുള്ള പോരാട്ടം ലോകത്ത് വേറെ ആരും നടത്തിയിട്ടില്ലെന്നേ. PC ജോഷി ജയിലിലായി 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് എഴുതിയ കത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളുടെ കൂടെ നിന്ന് തരും എന്നുള്ള തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഞങ്ങൾ ഒറ്റുതരാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടേക്ക് പോയിട്ട്. PC ജോഷി അല്ല കേട്ടോ, ആദ്യം പറഞ്ഞ SA ഡാങ്കിയാണ്, മാറിപ്പോയി, ക്ഷമിക്കണം, SA ഡാങ്കിയാണ്. രണ്ടാമതാണ് PC ജോഷി മുതലുള്ളവരുടെ കഥ ആരംഭിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. AKG ഉൾപ്പെടെയുള്ളവര്, EMS ഉൾപ്പെടെയുള്ള ആൾക്കാര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് 1942 ഏപ്രിൽ മാസം 23-ാം തീയതി ബ്രിട്ടീഷുകാരോട് കത്തെഴുതിയിട്ട് ഞങ്ങൾ ഏതൊക്കെ തലത്തിൽ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷക്കാർ എഴുതിയിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള രേഖകൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇതൊരു പുതിയ കഥയോ അല്ലെങ്കിൽ ഇല്ലാത്ത കഥയോ കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥയോ ഇടതുപക്ഷക്കാർക്ക് പോലും നിഷേധിക്കാൻ സാധിക്കാത്ത കഥയാണ്. ഇടതുപക്ഷക്കാർ അതിന് പുതിയൊരു മാനം ചമച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹിറ്റ്ലറിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് പോയതെന്ന് ഇവർ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങളുടെ റിക്രിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളെ വിട്ടുതരും. എഴുതി വെച്ചിരിക്കുന്ന വൃത്തികെട്ടവന്മാരാണ്, കത്തെഴുതി അയച്ചിരിക്കുന്നവന്മാരാണ്. ഇവരാണ് ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നത് ഞങ്ങൾ തുല്യതയില്ലാത്ത പോരാട്ടമാണ് നടത്തിയതെന്ന്. നിങ്ങളുടെ സ്ഥാപനങ്ങൾ, ഏത് സ്ഥാപനങ്ങൾ? പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ എങ്ങനെയാണെന്ന് തുടങ്ങിയത്? പീപ്പിൾസ് വാർ എന്ന് പറയുന്ന ഒരു ജേണൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അതിൻ്റെ ചരിത്രം എന്തായിരുന്നു? അതിനകത്ത് മുഴുവൻ പബ്ലിഷ് ചെയ്യപ്പെട്ട എന്തായിരുന്നു? നിങ്ങൾ ഇന്ന് സവർക്കറെ ചെരുപ്പ് നക്കി ഷൂ നക്കി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ചെരുപ്പ് നക്കി ഷൂ നക്കിയത് ആരെയാണെന്ന് അറിയാമോ? സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസിനെ. എന്തിൻ്റെ പേരിലായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത വാക്കായിരുന്നു ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ആൾക്കാർക്കെതിരായിട്ടൊരു വികാരം ഇന്ത്യൻ സാമാന്യ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ട്
സുഭാഷ് ചന്ദ്രബോസിനെ ഏതൊക്കെ തലത്തിൽ അന്ന് കാരിക്കേച്ചർ വരച്ചു വെച്ചത് നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് തുല്യതയില്ലാത്ത പോരാട്ടം നടത്തിയ കഥ പറയുകയാണ്. നിങ്ങൾ പോരാട്ടമല്ല നടത്തിയത്, നിങ്ങൾ തുല്യതയില്ലാത്ത പൊറോട്ട അടിയാണ് അന്ന് നടത്തിയത്. ആ പൊറോട്ട അടിച്ചത് മുഴുവനും ബ്രിട്ടീഷുകാരുടെ അടുക്കളയ്ക്കകത്തായിരുന്നു നിങ്ങൾ ചെന്നിരുന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ കഥയൊന്നും പറയരുത്. ആ പോരാടിയ കഥ ജനസാമാന്യത്തിന് അറിഞ്ഞുകൂടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് പല സ്കീമിനെ എതിർക്കുന്നതെന്നറിയാമോ? ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ മൊത്ത കുത്തക നിങ്ങൾ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചരിത്രം മൊത്തം ഇവിടുത്തെ കുട്ടികൾ പഠിച്ചു പോകുമെന്നുള്ള പേടി. അല്ലാണ്ട് ഇവിടെ സംഖ്യവൽക്കരണം നടക്കുമോ, ഹിന്ദുത്വവൽക്കരണം നടക്കുമോ, കാവ്യവൽക്കരണം നടക്കുമോ, ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ചരിത്രം ആരെങ്കിലും, യഥാർത്ഥ ചരിത്രം ആരെങ്കിലും പഠിപ്പിക്കുമോ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലാണ്ട് മറ്റൊരു പ്രശ്നവും നിങ്ങൾക്കില്ല. ശ്രീ അനിൽ വിളയിൽ, അങ്ങയുടെ മറുപടിയോടുകൂടി ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഈ പത്തനംതിട്ട ജില്ലയിലെ പാസ്റ്റർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് വലിയ വിവാദമുണ്ടായത്. അങ്ങേക്ക് പറയാം. അതെ, തീർച്ചയായിട്ടും ശ്രീ ബിനു വാഴമുട്ടത്തിനെതിരെ യാതൊരു വിധമായ നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീപീഡനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധിയായ പാസ്റ്റർമാരുടെ കഥകളൊക്കെ തന്നെ ജനം TV പുറത്തു കൊണ്ടുവന്നു. എനിക്ക് നാഷണൽ ലീഗ് പ്രതിനിധിയോടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. RSSന്റെ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. 1921 നിസ്സഹകരണ സമരം താങ്കളൊന്ന് പഠിക്കണം. ചരിത്രത്തിലെ വീട്ടിലെ സ്കൂളിൽ ഏതെങ്കിലും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റഡീസിന്റെ പുസ്തകം എടുത്തൊന്ന് നോക്കണം. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1921 നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് RSS സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ജയിലിൽ പോയ കഥയുണ്ട്. 1930 9 മാസക്കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരും അങ്ങനെയൊന്നും പോയിട്ടുള്ള സുഹൃത്തെ, താങ്കൾ പറയുന്ന ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം. വളരെ കൃത്യമായ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ കൂടെ മറുപടി പറയാനുണ്ട്. ശ്രീ സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം വേണം ഞാൻ താങ്കളെ കേൾപ്പിച്ചു തരാം. എന്റെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട് കൈവെട്ടിന്റെ ആ പ്രസംഗം. ഇത് ജനം TV വന്നതല്ല. ഇത് താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ. താങ്കൾക്ക് ഇതൊന്നും അറിയാൻ വയ്യാതെയാണ് താങ്കൾ ഈ ചർച്ചയ്ക്ക് വരുന്നത്. കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന കൈവെട്ടുവന്ന്. ഞാൻ താങ്കൾക്ക് ഈ ചർച്ച കഴിയുമ്പോൾ അങ്ങോട്ട് ഇട്ടുതരാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവും ഇതര വിശ്വാസികൾക്ക് മറ്റൊരു നിയമവുമാണ്. കാരണം എന്താണ്? കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു സംഘടിതമായ വോട്ട് ബാങ്ക് അല്ല, ഒരു സെമറ്റിക് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല ഹിന്ദുത്വം. അതുകൊണ്ട് ആർക്കും പേടിക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ LDFനും UDFനും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിക ഭീകരരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രീണന നയമൊക്കെ തന്നെ ഈ വിഭാഗം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് പിണറായി വിജയനേക്കാൾ മത്സരിക്കുകയാണ് VD സതീശൻ. ഞാനാണ് മുസ്ലിങ്ങളെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത്, ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഈ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കെതിരെ യാതൊരു കേസും എടുക്കത്തില്ല. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞ TG മോഹൻദാസിനെ ഞാൻ അകത്താക്കും. അതിന്റെ കയ്യടി നേടാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്തിൽ, കൃത്യമായ തെളിവുകൾ ഇല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് TG മോഹൻദാസിന് ജാമ്യം കൊടുത്ത്. അതേ ആനുകൂല്യം എന്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ മദനിക്ക് ജാമ്യം നേടാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഒരിക്കലും താരതമ്യം ചെയ്ത് പറയുകയല്ല. താങ്കൾ കുറച്ചുകൂടെ ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളികളായിരുന്നു. അല്ലാതെ താങ്കളുടെ പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല. താങ്കളുടെ മുത്തച്ഛന്മാരുടെ പ്രധാന അജണ്ട എന്തായിരുന്നു? ഞങ്ങൾക്ക് സ്വന്തമായി നമ്മന്റെ ഒരു രാഷ്ട്രം ഉണ്ടാക്കണമെന്നുള്ള അജണ്ടയിൽ കൂടുതലൊന്നും ആ വ്യക്തികൾക്ക് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും TG മോഹൻദാസ് ഇന്ന് ചിരിച്ചുകൊണ്ട് വഞ്ചിയൂർ കോടതിക്ക് പുറത്തേക്ക് വരുന്ന കാഴ്ച അത് ദേശീയ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.